പക്ഷെ ഹേബ സലീം അദ്ദേഹത്തിനോട് ലവ് അക്സെപ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കണ്ടീഷൻ മാത്രമാണ്. അതായത് ഒരു കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ താങ്കളെ പ്രേമിക്കാം എന്ന് പറയുന്ന ഒരു ഡിമാൻഡായിരുന്നു ഹേബ സലീമിന്റെ അടുത്തും ഉണ്ടായിരുന്നത്. അതായത് താങ്കൾ മിലിറ്ററി ഓഫീസറാണ്, അതുപോലെ തന്നെ മിലിറ്ററി പരമായിട്ടും ഇങ്ങനെയുള്ള കാര്യത്തിലെല്ലാം തന്നെ കൂടുതൽ നോളജ് ഉള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ മേഖലകളിലെല്ലാം തന്നെ കൂടുതലായിട്ടും ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ എന്നെ പ്രേമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതായത് ആ മിലിറ്ററി പരമായിട്ടുള്ള ഓപ്പറേഷൻസും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കഥകളെല്ലാം എന്നോട് പറഞ്ഞു കേൾപ്പിക്കണം. അതുപോലെ തന്നെ പല ഓപ്പറേഷൻസ് എല്ലാം ഡെയിലി എൻ്റെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഡിമാൻഡ് വെക്കുക. അപ്പോൾ അദ്ദേഹം ഹേബ സലീമിനോട് പ്രേമമുള്ളത് കൊണ്ട് തന്നെ വേറൊന്നും കണ്ടില്ല, അതായത് പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം കണ്ണടച്ച് തന്നെ ഇതിനെ വിശ്വസിച്ച് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാണ്. മാസങ്ങൾ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഓരോ ചെറിയ ചെറിയ ഇൻഫർമേഷനും അദ്ദേഹം ഡെയിലി ഈ ഹേബ സലീമിനോട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ അപ്ഡേഷൻ മൊത്തം ഈ ഹേബ സലീം അവിടെ നിന്ന് ചോർത്തി ഈ ഇസ്രായേൽ ജനതയ്ക്ക് കൊടുക്കുന്നു. കാരണം അവർക്ക് ഒരു സന്തോഷം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അല്ലാണ്ട് ഈജിപ്തിനെ ചതിക്കണം എന്നുള്ള